സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്താണ് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ അവസാനം ഇറങ്ങിയ വേട്ടയൻ എന്ന സിനിമ പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത്രയും വലിയൊരു സിനിമയ്ക്ക് ഇങ്ങനെ ഒരു മിക്സഡ് റിവ്യൂ വരാൻ പല കാരണങ്ങളുണ്ട്. പക്ഷേ അതിലൊരു കാരണം കരിയറിലെ ഈ ഒരു പോയിന്റിൽ അദ്ദേഹത്തിന് വന്നിട്ടുള്ള ചില മാറ്റങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ ചില പ്രയോറിറ്റീസാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. വേട്ടയൻ എന്ന സിനിമ ഫസ്റ്റ് ഷോ ഞാൻ എറണാകുളത്താണ് കണ്ടത്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെയാണ് കണ്ടത്. അപ്പോൾ എൻ്റെ കൂടെ സുഹൃത്ത് അക്ഷയുണ്ട്. അക്ഷയാണ് ഈ ടിക്കറ്റ് എടുക്കാൻ എല്ലാത്തിനും മുൻകൈ എടുത്തത്. ഇതിനു മുമ്പ് ഞങ്ങൾ ഇതേപോലെ ഫസ്റ്റ് ഷോ കണ്ട രജനി സിനിമ ജയിലറാണ്. ജയിലർ ഞങ്ങൾ പാലക്കാട് പോയിട്ടാണ് കണ്ടത്. അന്ന് ടിക്കറ്റ് ഉണ്ട്, ഫാൻ ഷോ ടിക്കറ്റ് കയ്യിലുണ്ടായിട്ടും നമുക്ക് ഇരിക്കാൻ സീറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ തറയിൽ ഇരുന്നിട്ടാണ് ജയിലർ മുഴുവൻ കണ്ടത്. എന്നിട്ടും നല്ല രീതിയിൽ ഞങ്ങൾക്ക് ആ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതുപോലുള്ള ഒരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഫസ്റ്റ് ഡേ നമ്മൾ വേട്ടയൻ കാണാൻ വരുന്നത്. അപ്പോൾ ജയിലറിൻ്റെ അത്ര ഹെവി ഡോസ് സിനിമയല്ല എന്നറിയാമെങ്കിലും അത്യാവശ്യം ഒരു രജനി സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന മാസമൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങളവിടെ ഇരിക്കുന്നത്. പക്ഷേ ഇൻ്റർവ്യൂവിൽ ആയപ്പോഴേക്ക് അക്ഷയ് പറഞ്ഞു, ഇത് ഞാൻ പ്രതീക്ഷിച്ച സിനിമയല്ല, ഇതല്ല ഞാൻ പ്രതീക്ഷിച്ച ഒരു രജനീകാന്ത് സിനിമ. പിന്നീട് അങ്ങോട്ട് സിനിമയിൽ എത്ര നല്ല കാര്യങ്ങൾ നടന്നാലും അക്ഷയ്ക്ക് അത് കാര്യമായിട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇത് തന്നെയാണ് പലർക്കും പറ്റിയത്. എല്ലാവരും പ്രതീക്ഷിച്ചത് ഒരു രജനീകാന്ത് സിനിമയാണ്, അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ സിനിമയാണ്. അതല്ലായിരുന്നു വേട്ടയൻ. വേട്ടയൻ എന്ന സിനിമയുടെ കഥ എടുത്തു കഴിഞ്ഞാൽ ഇതിലെ പ്രധാന കഥാപാത്രം ഒരു ടീച്ചറാണ്. ശരണ്യ ടീച്ചർ എന്ന് പറയുന്ന കഥാപാത്രമാണ്. ഈ കഥാപാത്രമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ഇവരെ സ്റ്റുഡൻസിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുന്നു, പ്രൈവറ്റ് ട്യൂഷൻ ആപ്പുകൾ ഒരുപാട് ചൂഷണമാണ് ചെയ്യുന്നത് എന്നുള്ളത്. സോ അതിനെതിരെ ഇവർ ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നു. ഇതിന് ആൾക്കാരെ സപ്പോർട്ട് എടുത്തിട്ട് ഈ കമ്പനിക്കെതിരെ ഇവർ ഒരുപാട് സമരങ്ങളൊക്കെ ചെയ്യുന്നു. സോ ഇത് ഈ കമ്പനിക്ക് നല്ല രീതിയിൽ ബാധിക്കും, ഇവരുടെ ഒരുപാട് കോടികൾക്ക് നഷ്ടം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ കമ്പനി ഉടമ ഒരു വാടക കൊലയാളിയെ ഉപയോഗിച്ച് ഇവരെ കൊലപ്പെടുത്തുന്നു, ഈ ടീച്ചറെ കൊലപ്പെടുത്തുന്നു. സോ ഇനി ഈ കഥയിലേക്ക് രണ്ട് ക്യാരക്ടേഴ്സ് വരുന്നു. ഒന്ന് അദിയൻ എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ. ഈ പോലീസ് ഓഫീസർ എന്താണ് ചെയ്യുന്നത്? ഈ കേസിലെ പ്രതി എന്ന് സംശയിക്കുന്ന ആളെ ഈ പോലീസ് ഓഫീസർ എൻകൗണ്ടർ ചെയ്യുന്നു. ഈ ഒരു പോലീസ് ഓഫീസറുടെ ഐഡിയോളജി എന്ന് പറയുന്നത് ക്രിമിനലുകളെ വിചാരണ കൂടാതെ എൻകൗണ്ടർ ചെയ്യാം എന്നുള്ളതാണ് അയാളുടെ ഒരു ഐഡിയോളജി. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഐഡിയോളജി ഉള്ള ക്യാരക്ടറാണ് രണ്ടാമത്തെ ക്യാരക്ടർ. അതാണ് സത്യദേവ് എന്ന് പറയുന്ന ക്യാരക്ടർ. ഈ ക്യാരക്ടർ വിശ്വസിക്കുന്നത് ഇവിടെ നിയമം എന്നുള്ളതുണ്ട്. സോ വിചാരണകൾ നടത്തണം, എന്നിട്ട് ഒരു പ്രതിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ത്യൻ നിയമം അനുസരിച്ചുള്ള ശിക്ഷ കൊടുക്കുക, അല്ലാതെ പോലീസ് തന്നെ ഇത്തരത്തിൽ നിയമം കയ്യിലെടുക്കരുത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി. സോ ഇവർ തമ്മിൽ തുടക്കത്തിലെ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ആ സമയത്താണ് ഈ ഒരു ടീച്ചറെ കൊലപാതകി എന്ന് സംശയിച്ച ഒരു നിരപരാധിയെ അദിയൻ വെടിവെച്ച് കൊല്ലുന്നത്. സോ ഈ അദിയൻ്റെ ക്യാരക്ടറാണ് ഇവിടെ തെറ്റ് ചെയ്യുന്നത്. ഈ തെറ്റ് ഇയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് സത്യദേവ് എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ്. അതേപോലെ ഈ നിരപരാധിയായ മരിച്ച ആ ഒരു പയ്യൻ്റെ കുടുംബത്തിനെ സംരക്ഷിക്കുന്നതും സത്യദേവ് എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ്. അതിനുശേഷം ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡയലോഗ്, ഈ സിനിമയുടെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഇതാണ്: വിദ്യാഭ്യാസവും അതേപോലെ നീതിന്യായ വ്യവസ്ഥയും, എഡ്യൂക്കേഷൻ ആൻഡ് ജസ്റ്റിസ്, ഇത് രണ്ടും പണക്കാർക്കും പാവപ്പെട്ടവർക്കും ഒരേപോലെ തന്നെ കിട്ടണം എന്നുള്ളതാണ്. സോ ഇത് പണക്കാർക്ക് മാത്രമുള്ള ഒരു കാര്യമായി മാറിക്കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ചൂഷണങ്ങൾ ഒരുപാട് നടക്കും. അതേപോലെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസമാണ് ഒരു രക്ഷപ്പെടാനുള്ള ഒരു വഴി. അപ്പോൾ അവർക്ക് പ്രോപ്പർ എഡ്യൂക്കേഷൻ കിട്ടാതെ അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത അവിടെ നഷ്ടപ്പെടും. അതേപോലെ തന്നെ ആൾക്കാർ ഇതുപോലെ പ്രോപ്പർലി എഡ്യൂക്കേറ്റഡ് അല്ല. അതേപോലെ ഈ ഒരു ജുഡീഷ്യറിയിൽ അവർക്ക് വിശ്വാസം ഇല്ലാതെ ആയി കഴിഞ്ഞാൽ അവർ എൻകൗണ്ടറിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. സോ ഈ രണ്ട് അവസ്ഥകൾ മാറണമെങ്കിൽ എല്ലാവർക്കും സമമായിട്ട് എഡ്യൂക്കേഷനും ജസ്റ്റിസും കിട്ടണം. ഇതാണ് ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡയലോഗ്. ഈ ഡയലോഗ് പറയുന്നത് സത്യദേവ് എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ഇത് പറയുന്ന സമയത്ത് അദിയൻ അതേ സീനിൽ തൊട്ടപ്പുറത്തെ കസേരയിൽ ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു കഥ ഒരു സൂപ്പർ സ്റ്റാറിനോട് പറയുമ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ ഇതിൽ ഏത് ക്യാരക്ടറിനെയാണ് എടുക്കേണ്ടത്? ഈ സത്യദേവ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ എടുക്കേണ്ടത്. കാരണം തെറ്റ് ചെയ്യുന്നത് അദിയൻ എന്നുള്ള ക്യാരക്ടറാണ്, അത് തിരുത്തുന്നത് സത്യദേവാണ്. പിന്നീട് ഈ സിനിമയിലെ പ്രധാന ഡയലോഗ് പറയുന്നത് സത്യദേവാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു രജനി ടെംപ്ലേറ്റ് സിനിമ ആവണമെങ്കിൽ ഇവിടെ ഈ രജനീകാന്ത് എന്ന സൂപ്പർ സ്റ്റാർ ചെയ്യേണ്ടിയിരുന്നത് സത്യദേവ് എന്ന് പറയുന്ന ക്യാരക്ടറിനെയാണ്. പക്ഷെ അത് ചെയ്തിരിക്കുന്നത് മറ്റൊരു ലെജൻഡറി ആക്ടറായിട്ടുള്ള അമിതാഭ് ബച്ചനാണ്. ഇവിടെ ഈ തെറ്റ് ചെയ്യുന്ന, ഒരു വലിയ മിസ്റ്റേക്ക് ചെയ്യുന്ന, പിന്നീട് അത് സ്വയം തിരിച്ചറിഞ്ഞ് തിരുത്തുന്ന ക്യാരക്ടറിനെയാണ് ഇവിടെ നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ചെയ്തിരിക്കുന്നത്. കുറച്ചു കാലം മുമ്പൊന്നും ഒരു സൂപ്പർ സ്റ്റാർ സിനിമയിൽ ഇത്തരത്തിൽ ഒരു വലിയ മിസ്റ്റേക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടറെ ഒന്നും നായക കഥാപാത്രം ചെയ്യാൻ ഒരു സാധ്യതയില്ല. അതേപോലെ തന്നെ ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഇതിലെ മറ്റൊരു ക്യാരക്ടർ, അതായത് ഈ സത്യദേവ് എന്ന് പറയുന്ന ക്യാരക്ടർ പറയുന്ന ഒരു സീനും അതിൻ്റെ അടുത്ത് അദിയൻ എന്ന ക്യാരക്ടർ ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരു സീനൊന്നും
ഒരു സൂപ്പർ സ്റ്റാർ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതാണ് ഇവിടെ വ്യത്യാസമായത്. ഇവിടെ ഒരു കഥയാണ് പ്രധാനം. ആ കഥയിലെ തനിക്ക് വന്ന ക്യാരക്ടർ മാത്രമാണ് അദ്ദേഹം ചെയ്തത്. പിന്നെ ഇതൊരു സൂപ്പർ സ്റ്റാർ സിനിമ ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ആക്ഷൻ സീക്വൻസുകളും ആ സീനുകളൊക്കെ ആഡ് ചെയ്തു. അത് പ്രത്യേകിച്ചും ആ ക്ലൈമാക്സിലെ ആക്ഷൻ സീക്വൻസ് ഒട്ടും കൺവിൻസിങ് ആയില്ല. പക്ഷെ അതിനുശേഷം വന്ന് അദ്ദേഹം പറയുന്ന ഡയലോഗ് നല്ല പവർഫുൾ ആയിരുന്നു. പക്ഷെ ആ തൊട്ട് മുമ്പത്തെ ആക്ഷൻ സീക്വൻസ് ഒട്ടും കൺവിൻസിങ് ആവാത്തതുകൊണ്ടും കൂടെയാണ് ഇതെങ്ങും എത്താതെ പോയത്. അതായത് ഒരു പക്കം ആ സിനിമ ആക്കാൻ പറ്റില്ല, കാരണം ഇതൊരു സ്റ്റോറി ഡ്രിവൻ മൂവിയാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, കാണിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ ആ ആംഗിളുകളിലൊക്കെ കവർ ചെയ്ത് നല്ല രീതിയിൽ എഴുതിയൊരു സ്ക്രിപ്റ്റിൽ അത്യാവശ്യം മാസ് എലമെൻ്റ് ആഡ് ചെയ്തപ്പോൾ അത് പ്രോപ്പറായിട്ട് സിങ്ക് ആയില്ല. അതാണ് ഈ സിനിമയ്ക്ക് പറ്റിയത്. പിന്നെ നേരത്തെ ഇപ്പോൾ അക്ഷയ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു രജനീകാന്ത് സിനിമയായിട്ട് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇതൊരു നായകൻ്റെ സിനിമയായിരുന്നെങ്കിൽ നായകൻ ചിലപ്പോൾ ഈ ടീച്ചറെ സംരക്ഷിച്ച് അവസാനം വരെ കേസ് നടത്തി എതിർക്കാൻ വരുന്നവരെയൊക്കെ ഇടിച്ച് തോപ്പിച്ച് ഈ ഒരു കമ്പനിയെ പൂട്ടിക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കണം ഈ ഒരു രജനി ടെംപ്ലേറ്റ് സിനിമയാണെങ്കിൽ ഇതിൻ്റെ കഥ. പക്ഷേ ഇതങ്ങനെയല്ല. ഇവിടെ നായകനൊരു മിസ്റ്റേക്ക് ചെയ്യുന്നു, പിന്നെ ആ മിസ്റ്റേക്ക് തിരുത്താൻ വേണ്ടിയാണ് അദ്ദേഹം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിന് സത്യദേവ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ സപ്പോർട്ടുണ്ട്, ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടറിൻ്റെ സപ്പോർട്ടുണ്ട്. അങ്ങനെ പലരുടെയും സപ്പോർട്ട് വെച്ചിട്ടാണ് ഈ ഒരു മിഷൻ അദ്ദേഹം അക്കംപ്ലിഷ് ചെയ്യുന്നത്. സോ ഇതൊരു പ്രോപ്പർലി ഒരു സ്റ്റോറി ഡ്രിവൺ സിനിമയാണ്. ആ സിനിമയിലാണ് ഇത്രയും സ്റ്റാർ വാല്യൂ ഉള്ള രജനീകാന്ത് ആൻഡ് അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ലെജൻഡറി സൂപ്പർ സ്റ്റാർസ് ഒന്ന് അഭിനയിച്ചത്. സാധാരണ ഇങ്ങനെ സ്റ്റാർസിൻ്റെ ഒരുമിച്ചുള്ള സിനിമ വരുമ്പോൾ ഇവരെ ഫാൻസിന് വേണ്ടി ചില സീനുകൾ ഉണ്ടാവാറുണ്ട്. അതായത് ഇവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് വരുന്നൊരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇവരുടെ ഡയലോഗുകൾ ആ കഥാപാത്രത്തിന് മാച്ചിങ് എന്നതിനേക്കാളും ഈ സ്റ്റാർസിന് മാച്ചിങ് ആയ രീതിയിലായിരിക്കും ഇവർ പരസ്പരം സംസാരിക്കുന്നത്. ഇപ്പോൾ സലാറിലൊക്കെ നമ്മൾ അത്തരത്തിലൊരു സീൻ കണ്ടിട്ടുണ്ട്. പൃഥ്വിരാജും പ്രഭാസും കൂടെ അവസാനം ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ എനിക്കും ഉണ്ടോ ഫ്രണ്ട്സ്, അതൊക്കെ ഗേൾ ഫ്രണ്ട്സാണ്, അപ്പോൾ എനിക്കും ഉണ്ട് ഫാൻസ് എന്നൊക്കെ പറയുന്ന ഇവർ തമ്മിലുള്ള ഒരു ഡയലോഗുണ്ട്. അത് ശരിക്കും ഈ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഡയലോഗ് എന്നതിനേക്കാൾ ഉപരി ഈ രണ്ട് സ്റ്റാർസും അവരുടെ സ്റ്റാർഡത്തിനെ കുറിച്ച് പരസ്പരം സംസാരിക്കുന്ന പോലെയാണ് ആ സീൻ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ ഫാൻസിന് അതൊരു നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സീനായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ വേട്ടയനിൽ അമിതാഭ് ബച്ചൻ്റെയും രജനീകാന്തിൻ്റെയും ക്യാരക്ടേഴ്സ് ബേസിക്കലി ഇവരുടെ ഐഡിയോളജികളിൽ നല്ല കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിലും അവിടെ ഈ ഫാൻസിന് വേണ്ടി സ്റ്റാർസിനെ കുറിച്ചുള്ള ഡയലോഗുകളൊന്നും എഴുതി ചേർത്ത് അത്തരം സീനുകളൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. കഥയ്ക്ക് ആവശ്യമായ കോൺഫ്ലിക്റ്റുകളിലൂടെ മാത്രമാണ് ആ കഥ മുന്നോട്ട് പോകുന്നത്. സോ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്താണ് ചെയ്യുന്നത്? ഇത്രയും വർഷത്തെ കരിയറിൽ ഈ ഒരു പോയിന്റിലെത്തി നിൽക്കുമ്പോൾ, ഇത്രയും വലിയ സ്റ്റാർഡും ഇത്രയും വലിയ ഫാൻ ഫോളോയിങ്ങും ഇത്രയും വിജയങ്ങൾക്കും ശേഷം ഇപ്പോൾ അദ്ദേഹം എത്തി നിൽക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഹി ഡസൻ കെയർ. അദ്ദേഹം ഇപ്പോൾ പ്രത്യേകിച്ച് ഇമേജിനെയോ സ്റ്റാർഡത്തിനെയോ ചിന്തിക്കാതെ ഹീസ് ജസ്റ്റ് എൻജോയിങ് വാട്ട് ഹീസ് ഡൂയിങ്. അദ്ദേഹം നല്ല രീതിയിൽ എൻജോയ് ചെയ്താണ് സിനിമകൾ ചെയ്യുന്നത്. ഇവിടെ അദ്ദേഹം എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം, അത് നിങ്ങൾ ഈ അവസാനം ഇറങ്ങിയ സിനിമകൾ നോക്കിയാൽ മനസ്സിലാവും. മറ്റു ഭാഷകളിലെ ലെജൻഡറി സ്റ്റാറുകളുടെ കൂടെയുള്ള കോമ്പിനേഷനുകൾ, അവർക്കൊപ്പം ഒരു സീൻ ചെയ്യുക, അവർക്കൊപ്പം ഒരു സിനിമ ചെയ്യുക എന്നതാണ് ഇപ്പോൾ അദ്ദേഹം കൂടുതലും എൻജോയ് ചെയ്യുന്നത്. ഇപ്പോൾ ജയിലർ എടുത്തു കഴിഞ്ഞാൽ മലയാളത്തിൽ നിന്ന് ലാലേട്ടനുണ്ട്, ഇവരൊരുമിച്ച് കോമ്പിനേഷൻ സീനുണ്ട്. കന്നഡയിൽ നിന്ന് ശിവരാജ് കുമാർ ഉണ്ട്, ഇവരൊരുമിച്ച് കോമ്പിനേഷൻ സീനുണ്ട്. ഹിന്ദിയിൽ നിന്ന് ജാക് ഷറാഫ് ഉണ്ട്, അവിടെയും ഇവരൊരുമിച്ച് കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. ഇതിന് പുറമെ ഇവർക്കൊക്കെ ഇൻഡിവിജ്വലി സ്കോർ ചെയ്യാനും ആ സ്ക്രിപ്റ്റിൽ സ്പേസ് ഉണ്ടായിരുന്നു. സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടവർക്കറിയാം സെക്കൻഡ് ഹാഫിൽ ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിയത് ശിവരാജ് കുമാറിൻ്റെ സെക്കൻഡ് എൻട്രിക്കാണ്. സോ ഒരു സൂപ്പർ സ്റ്റാർ സിനിമയിൽ മറ്റൊരു ഭാഷയിൽ നിന്നൊരു സ്റ്റാറിനെ കൊണ്ടുവരുമ്പോൾ ആൾക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ള ഒരു ഗംഭീര സ്പേസ് അവിടെ കൊടുത്തു. അല്ലാതെ ഈ സിനിമയിലെ കൈയടി കിട്ടുന്ന എല്ലാ സീനും ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള ആറ്റിറ്റ്യൂഡിലൊന്നും അല്ല സിനിമകൾ ചെയ്യുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ വേട്ടയനിൽ അമിതാഭ് ബച്ചനാണ് ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു മെസ്സേജ് സംസാരിക്കുന്നത്. ആ സീനിൽ തൊട്ടടുത്ത കസേരയിൽ രജനീകാന്ത് എന്ന സൂപ്പർ സ്റ്റാർ വെറുതെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ പല മൊമെൻറ്റുകളും ഇതിൽ കാണാം. ഇപ്പോൾ അതിൽ മലയാളത്തിൽ നിന്ന് ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞ ആക്ടറുണ്ട്. അപ്പോൾ പലരും മലയാളത്തിൽ നിന്ന് സിനിമ കണ്ട ആൾക്കാർ പറഞ്ഞു ഫഹദിന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. പക്ഷേ അമിതാഭ് ബച്ചനും രജനീകാന്തും അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ഫഹദ് ഫാസിലിന് ഇത്തരത്തിലുള്ള റോള് കിട്ടുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു സ്പേസ് ആ കഥയിൽ ഫഹദിൻ്റെ ക്യാരക്ടറിനുണ്ട്. നല്ല രീതിയിൽ ഫഹദ് ഇതിൽ നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ട്. ആ സിനിമയുടെ ഒരു കൊമീഡിക് റിലീഫ് എന്ന് പറയുന്നത് ഫഹദിൻ്റെ സീനുകളാണ്. ഫഹദ് വരുന്ന സീനുകളിലാണ് ഇതിൽ തമാശകളുള്ളത്. സോ അത് നല്ല രീതിയിൽ തന്നെ ഫഹദ് ചെയ്തിട്ടുണ്ട്. ആ സീനുകളൊക്കെ വർക്കായിട്ടുണ്ട്. അതിൻ്റെ എൻഡിങ്ങും അതെ, ഫഹദിൻ്റെ ആ ഒരു ലാസ്റ്റ് സീനും പെട്ടെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല, നല്ല ഷോക്കിംഗ് ആയിരുന്നു, അത്യാവശ്യം ഇമോഷണലായിരുന്നു. സോ ഫഹദിനും ആ സിനിമയിൽ നല്ല രീതിയിൽ തന്നെ ചെയ്യാനുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിൻ്റെ ഇൻ്റർവ്യൂസ് കണ്ടാലറിയാം, ഞാനവൻ്റെ ഇൻ്റർവ്യൂസിൽ പറയുന്നുണ്ട് ഫഹദിൻ്റെ ഡേറ്റ് കിട്ടാത്തതുകൊണ്ട് ഇവർ ഷൂട്ടിങ്ങിൻ്റെ ഡേറ്റ്സ് കുറച്ച് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. കാരണം ഈ കൂട്ടത്തിൽ ഏറ്റവും ഡേറ്റ് ഇല്ലാതിരുന്ന ഫഹദിനാണ്. അപ്പോൾ ഫഹദ് ഈ സിനിമയിൽ അഭിനയിക്കണം എന്ന് നിർബന്ധം ഉള്ളതുകൊണ്ടാണ്
ഈ അമിതാഭ് ബച്ചൻ രജനീകാന്തിനെ പോലുള്ള ആൾക്കാരുടെ ഡേറ്റ് മാറ്റിയിട്ട് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഡേറ്റ്സ് അതിനനുസരിച്ച് അറേഞ്ച് ചെയ്തത്. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്ന അങ്ങനെയായിരിക്കും. ഇപ്പോൾ മലയാളത്തിലെ അല്ലെങ്കിൽ തമിഴും തെലുങ്കിലൊക്കെ പോയി അഭിനയിക്കുന്ന നല്ലൊരു ആക്ടറാണ് ഫഹദ് ഫാസിൽ. ആ ഫഹദിൻ്റെ കൂടെ അഭിനയിക്കണം, ഫഹദിൻ്റെ കൂടെ എനിക്കൊരു സിനിമ വേണം എന്ന് രജനീകാന്തിന് ആ ഒരു നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ടാണ് ഫഹദിൻ്റെ ഡേറ്റിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഡേറ്റ്സ് മാറ്റി ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിട്ടുള്ളത്. ഇനി വരാൻ പോകുന്ന കൂലി എന്ന് പറയുന്ന സിനിമ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കന്നഡയിൽ നിന്ന് ഉപേന്ദ്രയുണ്ട്, തെലുങ്കിൽ നിന്ന് നാഗാർജുനയുണ്ട്, ഹിന്ദിയിൽ നിന്ന് അമീർ ഖാൻ ഒരു ക്യാമിയോ റോൾ ചെയ്യുന്നുണ്ട്, പിന്നെ തമിഴിൽ നിന്ന് തന്നെ സത്യരാജ് 38 വർഷത്തിന് ശേഷം രജനീകാന്തിൻ്റെ കൂടെ അഭിനയിക്കുന്നു. ഇതിനു മുമ്പ് പല സിനിമകളിൽ ഇവർ ഒരുമിച്ച് അഭിനയിക്കാൻ സത്യരാജനെ വിളിച്ചപ്പോൾ അദ്ദേഹം പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ എഗെയിൻ വീണ്ടും അവർ ഒരുമിച്ച് അഭിനയിക്കുന്നു. സോ ഇപ്പോൾ അദ്ദേഹം എൻജോയ് ചെയ്യുന്നത് മറ്റ് ലെജൻഡറി ആക്ടേഴ്സിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻസിലാണ്. സോ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അദ്ദേഹം ഈ പ്രായത്തിലും സിനിമയിൽ സജീവമാണ്. അദ്ദേഹം ഇപ്പോഴും നായകനാണ്, അദ്ദേഹം ഇപ്പോഴും ഒരു സ്റ്റാറാണ്. സോ ഹീസ് ജസ്റ്റ് എൻജോയിങ് വാട്ട് ഹീസ് ഡൂയിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ ചാനലിലെ മറ്റ് വീഡിയോസ് കണ്ടുനോക്കുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കാര്യം പറയാൻ വേണ്ടി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.